മുദ്രാവാക്യങ്ങൾ ഇവിടെ തുടരുന്നു. കാണികളായി എത്തിച്ചേർന്നിട്ടുള്ളവർ കാർണിവല് 1-ാം തീയതി നടത്താൻ പറ്റിയില്ലെങ്കിലും 2-ാം തീയതി ആണെങ്കിലും ഏറെ ഗംഭീരമായിട്ടാണ് കാർണിവല് കൊച്ചിക്കാരോട് മുന്നോട്ട് പോകുന്നത്. കാർണിവലിൻ്റെ ഒരു ഉണ്ടാകാൻ കഴിയുന്നില്ല. 41 വർഷം പിന്നിടുന്ന കാർണിവല് ഇന്ന് ലോക പ്രശസ്തമായ കാർണിവൽ. അതിൻ്റെ ആ കാർണിവലിൻ്റെ അതേ ഗംഭീരത്തോടെയാണ് കൊച്ചിയിലെ ജനങ്ങളും വരുന്നവരെല്ലാം സ്വീകരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് മേയർ എന്നുള്ള നിലയിൽ എനിക്കൊരു വൈകാരികമായ പ്രത്യേകതയുണ്ട്. മേയർ എന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും ലാസ്റ്റ് കാർണിവലാണ്. ഇപ്പം കൊച്ചി ആണെങ്കിലും എറണാകുളംകാരനാണെങ്കിലും കൊച്ചിയുടെ കാർണിവൽ കൊച്ചി മേയറെ സംബന്ധിച്ച് പ്രധാനമാണ്. ആളുകൾക്ക് യാതൊരു കുറവുമില്ല, ആഘോഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല. നമ്മൾ ഒരാഴ്ച ഒഫീഷ്യലായിട്ടുള്ള മോർണിംഗ് പ്രഖ്യാപിച്ചാലും മനുഷ്യർ കാർണിവൽ ഏറ്റെടുക്കും എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, നമ്മൾ പ്രസംഗത്തിൽ പറയും കക്ഷി രാഷ്ട്രീയ ജാതി മത പരിഗണനകൾക്ക് അതീതമായി എന്ന് പറയും. അത് യഥാർത്ഥത്തിൽ കാണണമെങ്കിൽ കാർണിവലിന് വരണം എന്നുള്ളതാണ് നമ്മൾ കൊച്ചിക്കാരുടെ അഭിമാനം. രണ്ടാമത്തെ കാർണിവലിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആഘോഷങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു? കഴിഞ്ഞ വർഷം എനിക്ക് കാർണിവൽ റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല, ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് വന്ന കാരണം. അപ്പോൾ ഈ കൊല്ലം 2-ാം തീയതി ആയിട്ടാണെങ്കിലും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കൊച്ചിയുടെ ഒരു സ്പിരിറ്റ് അത് 1-ാം തീയതി ആ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല എന്ന് ഇന്ന് ഇവിടെ വീണ്ടും പ്രൂവൺ ആവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കൊച്ചിയിൽ നമ്മൾ കാർണിവലിലെ ആഘോഷങ്ങൾ എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷവും നടത്തി. നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾ നമ്മൾ മാറ്റിയാണ് അതിൻ്റെ ടൈം ചേഞ്ച് ചെയ്ത് നടത്തിയത് മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന്. ഇതേപോലെ തന്നെ കൊച്ചിൻ കാർണിവലിന് ഒരെണ്ണമുള്ളൂ. ആ കൊച്ചിൻ കാർണിവൽ ഒരെണ്ണം നടത്തുമ്പോൾ അതിനുള്ള വൈബും അതിനുള്ള ആളുകളും ഒക്കെ ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. 2-ാം തീയതിയും കാർണിവൽ നടത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം നമ്മൾ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ 1-ാം തീയതി മാറ്റിയത്. പക്ഷേ ഇന്ന് നമ്മളുടെ നാട്ടുകാർ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ചെറിയൊരു പ്രയാസം തോന്നി ആളുകൾ ഉണ്ടാകുമെന്ന്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ വെളി മുതൽ ഇപ്പം നടന്നത്ര വരെ വളരെ ജനങ്ങളുണ്ട്. സന്തോഷം. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ. എന്താണ് പുതിയ ഒരു ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണല്ലോ കാർണിവലിലേക്ക് വരുന്നത്. മുമ്പിലേക്ക് ഞാൻ കൗൺസിലറായിരിക്കുമ്പോഴും കാർണിവലിൽ 2010 കൗൺസിലറായിരുന്നു. അപ്പോൾ കാർണിവലിൽ പിന്നെ ജനിച്ച് വളർന്നത് ഇവിടെയല്ലേ. അപ്പോൾ കാർണിവൽ റാലിയിൽ സ്വതവേ പങ്കെടുക്കാറുണ്ട്. സന്തോഷം. എല്ലാവരോടും കൊച്ചിക്കാരോട് മൊത്തം എന്താ പറയാനുള്ളത്? കൊച്ചിക്കാരോട് പുതുവത്സരാഘോഷം നന്മ നിറഞ്ഞതാവട്ടെ, ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആവട്ടെ പുതുവത്സരം. നമ്മുടെ കൊച്ചിയുടെ 2-ാം തീയതിയിലേക്ക് കാർണിവൽ മാറ്റിയപ്പോൾ ശരിക്കും ഒരു കാർണിവൽ ഇന്ന് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. കാരണം കാർണിവൽ ദിവസത്തിൽ നടത്തണ്ട, കൊച്ചിയുടെ കാർണിവൽ അത് ജനങ്ങളുടെയാണ്. അത് 1-ാം തീയതി നടത്തിയാലും ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് കൊച്ചിക്കാരെന്ന് നമുക്കറിയാം. എത്ര പേരാണെന്ന് ഇവിടെ കാണുന്നത്. അവരത് കൊച്ചി ഈ കാർണിവൽ ഹൃദയത്തോടെ ഏറ്റെടുത്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൂടാണ്ട് എനിക്കിന്ന് എല്ലാവരോടും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ജനങ്ങളോട് നന്ദി പറയാനുണ്ട്. നമ്മളുടെ രാജ്യം ഒരു ദുഃഖം ആചരിച്ചപ്പോൾ അതിനോടൊപ്പം നിൽക്കുകയും എന്നാൽ കാർണിവൽ നടത്തിയപ്പോൾ അവർ അവരുടെ ജോലിയെല്ലാം വിട്ട് ആ കാർണിവൽ കാണാനെത്തിയതും ശരിക്കും പറഞ്ഞാൽ നല്ല പൗരത്വ ബോധമുള്ള ഒരു ജനതയെയാണ് നമുക്ക് കൊച്ചിയിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പ്രൗഢി വന്നേക്കുന്നത്. 41 കൊല്ലമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസം മാറ്റി വെച്ചിട്ട് ആളുകളൊന്നും കൂടിയിരിക്കുന്നത്
കാർണിവലിലുള്ള വിശ്വാസം ഏറ്റവും മനോഹരമാക്കും എന്നുള്ള പള്ളി എത്താൻ വേണ്ടി പോകുമ്പോഴേ അച്ചായൻ ഗൾഫിലായിരിക്കുമല്ലോ എപ്പോഴും. അപ്പൊ അച്ചായന്റെ മോളിങ്ങനെ ബാത്റൂമിൽ കുടിച്ചിട്ട് ഞാൻ തെങ്ങയിലായിരിക്കും. ഇവിടെ എങ്ങനെയായിരിക്കും അപ്പൊ ഞാൻ ബാറു ഡിയാഗോ തമ്പുരാന്റെ നിധി കാക്കുന്ന ഭൂതം. എന്റെ തമ്പുരാന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇതിന്റെ അവകാശത്തെ തേടിപ്പിടിച്ച് ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ബാറൂസ് പോകും.
പബ്ലിക് സ്മോക്കിംഗ് പബ്ലിക് സ്മോക്കിംഗ്. അവര് പോയാ ജാതി മതം ഒന്നുമില്ല, നമുക്ക് ജാതി മതം ഒന്നുമില്ല, എല്ലാരും ഒന്നാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എല്ലാരും ഒന്നാണ്.
പരസ്പര ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ സ്ഥാപിതമായവയാണ് മതങ്ങൾ. മതിലുകൾ നിലനിർത്തുന്ന പാലങ്ങളായി മതങ്ങൾ മാറണം എന്ന ആഗ്രഹത്തോടെ ടീം സിൽവസ്റ്റർ കൊച്ചി. അവൻ അനുഭവിക്കുന്ന ഭൂമിയുടെയും നന്മയാണ്. പെൺകുട്ടിയുമായി ഊരൂട്ടമ്പലം എന്ന വിദ്യാലയത്തിലേക്ക് കേരളത്തിന്റെ നവോത്ഥാന നായകൻ നിഷേധിച്ചിരുന്ന കല വിദ്യാലയത്തിലേക്ക്, തുടർന്ന് പാടത്തേക്കില്ല എന്ന മുദ്രാവാക്യത്തോടെ തുടക്കവും ഇവിടെ നിന്നാണ്. കേരളത്തിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 1423 പേരാണ്. നമുക്ക് ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരമാണ്. അതായത് കേരളത്തിൽ ഓരോ 3 ദിവസം കൂടുമ്പോഴും 5 വന്യജീവി ആക്രമണങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുവെന്നാണ് വനം വകുപ്പ് പറയുന്നത്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി നമ്മുടെ ഭരണകൂടം പുറമെ കടുവയും പുലിയും വരെ ജനവാസ മേഖലകളിൽ ഇറങ്ങി മനുഷ്യന്റെ ജീവൻ 14 കന്നുകാലികൾക്കും. ആന, കാട്ടുപന്നി, കുരങ്ങ്, മാൻ തുടങ്ങിയ കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി കൃഷിയും ജീവിതവും നശിപ്പിക്കുമ്പോൾ കടുവകളുടെ സ്വൈര്യവിഹാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് ഈ സ്വാതി തിരുനാൾ മഹാരാജാവിന് സമരം അവതരിപ്പിക്കുന്ന ആഴ്ന്നിറങ്ങിച്ചെന്നു സംഗീതം നുകരുകയും കർണാടക സംഗീതത്തിന്റെ അഭൗമമായ ഉറവകളിലെ കന്മാരിലെ കലാകാരനുമായ അജ്ഞതയുടെ ഇരുവന്നീക്കി 9 രാത്രിയും കുമാരിയും പരിവാരങ്ങളും സമേതം ദർശനത്തിനായി എഴുന്നള്ളി അറിവിന്റെ പ്രകാശം ചൊരിയുന്ന വിജയദശമി വിദ്യാരംഭത്തോടു കൂടിയാണ്. വിജയദശമി നാളിലെ വിദ്യാരംഭത്തോടു കൂടിയാണ്